അപ്പൊ ഇന്ന് മാർച്ച് 7 നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ തങ്കമണി എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുകയാണ്. നമ്മള് ആ സിനിമ കാണാൻ പോവാണ്. ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ കാണുന്ന വിചാരിച്ച സിനിമയാണ്. അതെ, കാരണം നടന്ന ഒരു കാര്യമാണ്, നമുക്ക് അറിഞ്ഞതല്ലേ, നമ്മള് ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് എന്തായിരിക്കും ആ കഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ, പിന്നെ ഈ ഒരു തങ്കമണി പറഞ്ഞ സംഭവം, ആ സ്ഥലത്ത് നടന്ന സംഭവം ഒരു പഴയ സിനിമ ഉണ്ട്, മലയാള സിനിമ. അതിന്റെ ചെറിയ ബിറ്റ് കണ്ടപ്പോ എനിക്ക് തോന്നി എന്തായാലും ആ സിനിമ ഫുള്ള് കാണാതെ ഇനിയിപ്പോ ഒന്നുകൂടി വിശദീകരിച്ച് വരുന്ന നമ്മുടെ ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ കാണണമെന്നുണ്ടായിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഇപ്പൊ എന്തായാലും തിരിച്ചുവരവൊന്നും പ്രതീക്ഷിക്കാൻ. ഈ ഒരു സിനിമ ഹിറ്റ് ആവുകയാണെങ്കിൽ ഗംഭീര തിരിച്ചുവരവ് മലയാളത്തില് ദിലീപിന്റെ ഒരു തിരിച്ചുവരവുണ്ട്. ഒരുപാട് വിഷയങ്ങളും ആരോപണങ്ങളും പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ട് വരുന്ന ഒരു നടനാണ്. ദിലീപിന്റെ പേരിലുള്ള ഒരു പ്രശ്നം കൊണ്ട് ദിലീപിന്റെ സിനിമകൾക്ക് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ഇടുന്ന ആളുകളുണ്ട്, ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അത്രയുള്ളൂ. അയാളുടെ വ്യക്തിപരമായ ജീവിതമായിട്ട് സിനിമയായിട്ട് കമ്പയർ ചെയ്തത് അയാളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കണം. അത് ആ ലെവലിലേക്ക് പ്രേക്ഷകർ നോക്കരുത്. സിനിമ പോയി കാണാൻ നല്ല പടമാണെങ്കിൽ നമ്മൾ ദിലീപ് എന്ന നടന്റെ സിനിമകളാണ് കാണുന്നത്, വ്യക്തിയുടെ സിനിമയല്ല. ദിലീപ് എന്ന നടന്റെ സിനിമ. അതെ, ഇത് ഉണ്ടായ സംഭവമാണ്. അത് നമുക്ക് കാണിച്ചു തരണം അവർ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായി. പിന്നെ ഉടലെടുത്ത ഒരു സംവിധായകനാണ് ഒരു പടം എടുക്കുന്നതും നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന സംഭവമാണ്. രതീഷ് രഘുനന്ദൻ പറഞ്ഞ അയാള് അവരുടെ സിനിമ കൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയും നമ്മളെ ഞെട്ടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തും സിനിമക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പൊ ആരൊക്കെ സിനിമക്ക് പോകുന്നുണ്ടെന്നുള്ള താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്തതെന്ന് തന്നെ പറയും. അതില് നെഗറ്റീവ് റിവ്യൂ പോസിറ്റീവ് റിവ്യൂ സപ്പോർട്ട് ചെയ്യില്ല, ആരും ഡിഗ്രേഡും ചെയ്യില്ല. കണ്ടിട്ട് തോന്നിയ കാര്യം. പിന്നെ ഒരുപാട് സിനിമക്കുള്ളിൽ ഇറങ്ങി ചെന്നിട്ട് സിനിമ അങ്ങനെയാണ്, അതിന്റെ ഇത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പോയി കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു. സാധാരണ ഒരു പ്രേക്ഷകന്റെ മൈൻഡ് എന്താ, പടം കാണുക, അതിനെ കുറിച്ച് പറയുക. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര പറയാനൊന്നുമില്ല. അപ്പൊ ദിലീപിന്റെ ഗംഭീര തിരിച്ചുവരവാവട്ടെ, നമ്മളെ ഉടൽ എന്ന സിനിമയെ ഞെട്ടിച്ച പോലെ ഞെട്ടിക്കട്ടെ. മലയാള സിനിമയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. ഇറങ്ങുന്ന സിനിമകളൊക്കെ ഹിറ്റ്. ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമല് എന്ന് പറഞ്ഞിങ്ങനെ പോയിരിക്കുന്ന 100 കോടിയൊക്കെ ഇപ്പൊ നമുക്ക് നിസാരമായിട്ടാണ് ഇപ്പൊ മലയാള സിനിമ അടിച്ചു കാണുന്നത്. അപ്പൊ ഈ സിനിമയും വിജയിക്കട്ടെ. അദ്ദേഹത്തിന്റെ തമിഴ്നാട്ടിലും കുറച്ച് ഒരു കോലിളക്കം സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അറിയോ, ഈ മഞ്ഞുമൽ എന്ന് പറഞ്ഞ സിനിമ, മഞ്ഞുമൽ എന്ന സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് തമിഴ് ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളികൾ ഇത്ര നല്ലൊരു പടം എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തായാലും പ്രതീക്ഷ ഇത് നടന്നൊരു സംഭവം ആയതുകൊണ്ട് ചിലപ്പോ അതും കയറി കൊടുത്തു. ഇപ്പൊ മലയാള സിനിമ എന്താണെന്ന് ഒട്ടുമിക്ക ആളുകളും അറിയുന്നു, ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അതിലൂടെ ഈ ഒരു തങ്കമണി കൂടി ഇറങ്ങി പോസിറ്റീവ് റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇതും ആളുകൾ ഏറ്റെടുക്കും. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. പടം എന്തായാലും വിജയിക്കട്ടെ. ഞങ്ങൾ എന്തായാലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അധ്വാനവും സ്വപ്നങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ദിവസം. ഏത് സിനിമ നമ്മള് ഒരാളെ മാത്രം പറയില്ല. അപ്പൊ സിനിമ കണ്ടിട്ട് സിനിമയുടെ വ്യക്തമായിട്ടുള്ള ഞങ്ങളുടെ റിവ്യൂ ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തു കൊടുക്കും. അപ്പൊ കാണാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണ്, അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങൾ തരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ മാക്സിമം എല്ലാ സിനിമയും കണ്ടിട്ട് ആ റിവ്യൂ കാര്യം നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കും. അപ്പൊ ഒന്ന് സിനിമ കിട്ടുമല്ലേ, പോവാം. ബൈ ബൈ.